113ാമത് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിൽ നാളെ RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പങ്കെടുക്കും. വൈകിട്ട് 4 മണിക്ക് ഹിന്ദു ഏകതാ സമ്മേളനത്തിലാണ് സർസംഘചാലക് പങ്കെടുക്കുന്നത്. സർസംഘചാലകിനെ സ്വീകരിക്കാൻ വിപുലമായ തയ്യാറെടുപ്പിലാണ് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത്. മിഥുൻ മുരളി ചേരുന്ന വിവരങ്ങളുമായി. മിഥുൻ, അത് വലിയ ആവേശത്തിലേക്ക് നയിക്കും. ഒരു വലിയ സമൂഹത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യുകയാണ്. വിവരങ്ങൾ എന്താണ്? വീണ, 113ാമത് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിലേക്ക് 100 വർഷം പിന്നിട്ട RSSന്റെ മേധാവി ഡോക്ടർ മോഹൻ ഭാഗവത് നാളെ എത്തുമ്പോൾ വിപുലമായ ക്രമീകരണങ്ങളാണ്, ഇവിടെ തയ്യാറെടുപ്പുകളാണ് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. പ്രധാന വേദിയിലാണ് ഞാൻ നിൽക്കുന്നത്. ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന്റെ പ്രധാന വേദിയിൽ RSS സർസംഘചാലകിന്റെ വരവുമായി കണക്ക് കൂട്ടിക്കൊണ്ടുള്ള ക്രമീകരണങ്ങൾ, സുരക്ഷാ സന്നാഹങ്ങൾ എല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അവസാനഘട്ട തയ്യാറെടുപ്പുകളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 1 ലക്ഷം ആളുകൾക്ക് ഈ വേദിയിലേക്ക് നാളെ എത്തും. RSS സർസംഘചാലക് മഹാസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ അത് ശ്രവിക്കുന്നതിന് വേണ്ടി 1 ലക്ഷം ആളുകളെയാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാരിക്കേഡുകൾ തിരിച്ചുകൊണ്ട്, പ്രത്യേക വിഭാഗങ്ങളായി തിരിച്ചുകൊണ്ട് ആളുകൾക്ക് അദ്ദേഹത്തിന്റെ ആ പ്രഭാഷണം 1.5 മണിക്കൂറോളം അദ്ദേഹം സംസാരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അത് ശ്രവിക്കുന്നതിന് വേണ്ടി ആളുകൾ എത്തുമ്പോൾ അതിനുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ പ്രധാന വേദിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നലെ വരെ ഈ വേദിക്കുണ്ടായിരുന്ന രീതി അല്ല ഇന്ന് ഉള്ളത്. കൃത്യമായ മാറ്റങ്ങളുണ്ട്. സുരക്ഷാ സംവിധാനങ്ങൾ ക്രമപ്പെടുത്തേണ്ടതുണ്ട്. നാഷണൽ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ഉദ്യോഗസ്ഥർ ഇവിടെ വിവിധ ഭാഗങ്ങളിലായി നിലയുറപ്പിച്ചിട്ടുണ്ട്. അവരുടെ മേൽനോട്ടത്തിലാണ് സുരക്ഷാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. ഈ കസേരകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് അവരുടെ പ്രത്യേക നിർദ്ദേശത്തെ തുടർന്നുള്ള കാര്യങ്ങൾ സഹിതമാണ്. Z+ കാറ്റഗറി ഉള്ള അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഓരോ ഭാഗത്തും ബാരിക്കേഡുകൾ വെച്ചുകൊണ്ട് ഓരോ ഘട്ടമായിട്ടുകൊണ്ട് ആളുകളെ അവിടെ ഇരിക്കുന്നതിന് വേണ്ട സന്നാഹങ്ങൾ ഉറപ്പിക്കുന്ന അവസാനവട്ട ക്രമീകരണങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാന വേദിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. നാളെ അദ്ദേഹം ഇവിടെ എത്തി ഈ ഹിന്ദുമത മഹാസമ്മേളനത്തെ, ദക്ഷിണ ഭാരതത്തിലെ ഏറ്റവും വലിയ ഹിന്ദുമത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ അത് ശ്രവിക്കുന്നതിന് വേണ്ടി 1 ലക്ഷം ആളുകൾ, 1 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ എത്തും എന്നുള്ള ആ ഒരു കണക്കുകൂട്ടലിലുള്ള തയ്യാറെടുപ്പുകൾ, വിലയിരുത്തലുകൾ ഒക്കെ അവസാന ഘട്ടത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. കസേരകൾ എല്ലാം സജ്ജമാക്കിയിട്ടുണ്ട്, ഇരിപ്പിടങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്, മറ്റ് ക്രമീകരണങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. വിവിധ വിഭാഗങ്ങളുടെ ഏകോപന പ്രവർത്തനങ്ങളെല്ലാം സജ്ജമായിട്ടുണ്ട്. അവസാനവട്ട ക്രമീകരണങ്ങളുമായി, മുന്നൊരുക്കങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് വിവിധ വിഭാഗങ്ങൾ, സംഘാടകരായ ഹിന്ദുമത മഹാമണ്ഡലം ഭാരവാഹികളുമെല്ലാം. നാളെ രാവിലെ 10 മണിക്കാണ് RSS സർസംഘചാലക് കൊച്ചിയിലെ പരിപാടികൾ പൂർത്തിയാക്കി പത്തനംതിട്ടയിലേക്ക് തിരിക്കുന്നത്. 10 മണിക്ക് കൊച്ചിയിൽ നിന്നും റോഡ് മാർഗം അദ്ദേഹം പത്തനംതിട്ടയിലേക്ക് തിരിക്കും. പന്തളത്ത് അദ്ദേഹം ഉച്ചയ്ക്ക് 12 മണിക്ക് എത്തും. പന്തളത്ത് ഒരു സ്വയം സേവകന്റെ വീട്ടിലാണ് അദ്ദേഹത്തിന് വിശ്രമം ഒരുക്കിയിരിക്കുന്നത്. അവിടെ വിശ്രമവും ഭക്ഷണത്തിനും ശേഷം 3:20 മഹാസമ്മേളനം നടക്കുന്ന, ഹിന്ദുമത മഹാസമ്മേളനം നടക്കുന്ന ചെറുകോൽപ്പുഴയിലേക്ക് അദ്ദേഹം എത്തും. റോഡ് മാർഗമാണ്. 12-ന് കൊച്ചിയിൽ നിന്നും 12-ന് റോഡ് മാർഗം അദ്ദേഹം പന്തളത്ത് എത്തുന്നു. പന്തളത്തുള്ള സ്വയം സേവകന്റെ വീട്ടിൽ അദ്ദേഹം വിശ്രമിക്കുന്നു. 3:20-ന് പന്തളത്ത് നിന്നും ചെറുകോൽപ്പുഴയിലേക്ക് അദ്ദേഹം റോഡ് മാർഗം എത്തുന്നു. പിന്നീട് സ്വീകരണം ഉണ്ടാകും. വാദ്യമേളങ്ങളുടെയും താലപ്പൊലിയുടെയും വഞ്ചിപ്പാട്ടിൻ്റെയും എല്ലാം സ്വീകരണത്തോടുകൂടി അദ്ദേഹത്തെ ഹിന്ദുമത മഹാപരിഷത്ത് വേദിയിലേക്ക് സ്വീകരിച്ചാനയിക്കുന്നു. 4 മണിക്ക് അദ്ദേഹം വേദിയിലെത്തും. 4:15-ന് ഒരു പുസ്തക പ്രകാശന ചടങ്ങ് ഈ വേദിയിൽ വെച്ച് നടക്കുന്നുണ്ട്. 4:30 ഈ 1 മാസക്കാലമായിട്ട് ഹിന്ദുമത മഹാപരിഷത്തിന്റെ ഭാഗമായിട്ടുള്ള ഹിന്ദു ഏകതാ സമ്മേളനത്തിന്റെ ഒരുക്കങ്ങളുടെയെല്ലാം, തയ്യാറെടുപ്പുകളുടെയെല്ലാം, വിവിധ പരിപാടികളുടെയെല്ലാം പൂർത്തീകരണമായിട്ട് 4:30-ക്ക് അദ്ദേഹം ഹിന്ദുമത പരിഷത്തിനെ അഭിസംബോധന ചെയ്തുകൊണ്ട്, ഹിന്ദു ഏകതാ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കും. അദ്ദേഹം 1.5 മണിക്കൂർ സംസാരിക്കുമെന്നാണ് ഹിന്ദുമത മഹാമണ്ഡലം ഭാരവാഹികൾ അറിയിച്ചിരിക്കുന്നത്. 6 മണിയോടുകൂടി അദ്ദേഹത്തിന്റെ ഹിന്ദു ഏകതാ സമ്മേളനവുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികൾ പൂർത്തിയാക്കും. അതിനുശേഷം ഹിന്ദു മഹാമണ്ഡലം ഭാരവാഹികളുമായിട്ട് ഒരു സ്വകാര്യ കൂടിക്കാഴ്ചയുണ്ട്. അതിനുശേഷമായിരിക്കും അദ്ദേഹം ചെറുകോൽപ്പുഴയിൽ നിന്നും തിരികെ മടങ്ങുന്നത്. RSS സർസംഘചാലക് പങ്കെടുക്കുന്ന പരിപാടിയോട് അനുബന്ധമായിട്ട് കഴിഞ്ഞ 1 മാസക്കാലമായി വിവിധ പ്രവർത്തനങ്ങളാണ് ഇവിടെ പത്തനംതിട്ട കേന്ദ്രീകരിച്ചുകൊണ്ട്, ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് പൂർത്തിയായത്. 63 പഞ്ചായത്തുകളും 5 നഗരസഭകളും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു ഹിന്ദു ഏകതാ സമ്മേളനത്തോടനുബന്ധിച്ച് പൂർത്തിയായത്. പമ്പ ആരതി, ഹിന്ദു നേതൃയോഗങ്ങൾ, വൃക്ഷത്തൈ വിതരണങ്ങൾ തുടങ്ങിയ വിവിധ പരിപാടികൾ കഴിഞ്ഞ 1 മാസക്കാലമായിട്ട് പൂർത്തിയായി. പമ്പ നദിയുടെ 113 തീരങ്ങളിൽ പമ്പ ആരതി നടത്തി. ഹിന്ദു നേതൃയോഗങ്ങൾ വിവിധ ഭാഗങ്ങളിലായി പൂർത്തീകരിച്ചു. വൃക്ഷത്തൈ വിതരണം 10,000-ലധികം, 1 ലക്ഷത്തോളം വൃക്ഷത്തൈകൾ 10,000 ഭാഗങ്ങളിലായിട്ട് വിതരണം ചെയ്തു. അങ്ങനെയുള്ള വിവിധ പരിപാടികൾ പൂർത്തീകരിച്ചുകൊണ്ടാണ് നാളെ സർസംഘചാലകിനെ ഈ വേദിയിലേക്ക് അത് സ്വീകരിക്കുന്നത്. 158
ഹൈന്ദവ സംഘടനകളുടെ ഒരു കൂടിച്ചേരലിന് കൂടി വേദിയാവുകയാണ് നാളെ ഹിന്ദുമത പരിഷത്ത്. കേരള ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ് 158 ഹൈന്ദവ സംഘടനകൾ ഒരു വേദിയിൽ സംഗമിക്കുന്നത്. അതിനും കൂടി നിയോഗമുണ്ടാവുകയാണ് RSS സർസംഘചാലകന്റെ കേരളത്തിലേക്കുള്ള ഈ വരവിലൂടെ, ഹിന്ദുമത പരിഷത്തിലേക്കുള്ള ഈ വരവിലൂടെ. 158 സംഘടനകളിൽ നിന്നുള്ള, ഹൈന്ദവ സംഘടനയിൽ നിന്നുള്ള ആളുകൾ നാളെ അദ്ദേഹം ഇവിടെ പ്രഭാഷണം നടത്തുമ്പോൾ അത് ശ്രവിച്ചുകൊണ്ട് ഇവിടെ ഉണ്ടാകും. ഒരു പ്രത്യേക സംഗമം നടക്കുന്നു. ഒപ്പം സന്യാസി ശ്രേഷ്ഠന്മാർക്കും അദ്ദേഹം അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ പ്രത്യേക ഇരിപ്പിടങ്ങൾ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. അങ്ങനെ വിപുലമായിട്ടുള്ള പരിപാടികൾ ഹിന്ദുമത പരിഷത്തിന്റെ 113 ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏടായിട്ട് മാറുകയാണ്. RSS സർസംഘചാലകന്റെ ഹിന്ദുമത പരിഷത്തിലുള്ള ആ സാന്നിധ്യവും അദ്ദേഹത്തിന്റെ ആ പ്രഭാഷണവുമെല്ലാം ലോകശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിലേക്ക് ഈ ഹിന്ദുമത പരിഷത്ത് മാറുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ സാന്നിധ്യം സഹായകമാകുമെന്നാണ് സംഘാടകരായ ഹിന്ദുമത മഹാമണ്ഡലം ഭാരവാഹികൾ അറിയിച്ചിരിക്കുന്നത്. അത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ, വിപുലമായ രീതിയിൽ തന്നെ മുഴുവൻ ആളുകളെയും, ഇവിടേക്ക് എത്തുന്ന 1 ലക്ഷത്തോളം ആളുകളെ ഉൾക്കൊള്ളുന്നതിന് വേണ്ട ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട് എന്നും ഹിന്ദുമത മഹാമണ്ഡലം ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട്. ഇന്ന് വിവിധ പരിപാടികൾ ഇവിടെ പുരോഗമിക്കുന്നുണ്ട്. ദേവി മഹാത്മ്യ പാരായണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാന വേദിയിൽ. ഇനി മാധ്യമ വിചാര സഭ നടക്കുന്നുണ്ട്. കേരളത്തിലെ പ്രധാന മാധ്യമ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്ന പരിപാടിയാണ് ഇനി 10:30 ഇവിടെ ആരംഭിക്കാനുള്ളത്. മാധ്യമ പ്രവർത്തകർ, ഒപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ എല്ലാം മാധ്യമ വിചാര സഭയിൽ ഇന്ന് പങ്കെടുക്കുന്നു. വൈകിട്ട് 3:30 അയ്യപ്പ ഭക്ത സമ്മേളനം നടക്കുന്നുണ്ട്. ഹിന്ദു ഐക്യവേദി വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി, VHP സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പി, ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ഉൾപ്പെടെയുള്ള, ദേവസ്വം മന്ത്രി VN വാസവൻ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുന്ന ഹിന്ദു അയ്യപ്പ ഭക്ത സമ്മേളനം ഇന്ന് വൈകിട്ട് 3:30 നടക്കുന്നു. ശബരിമല തീർത്ഥാടനത്തിന്റെ അവലോകനങ്ങൾ, ശബരിമല തീർത്ഥാടനവും ആചാരവും പാരമ്പര്യവും ഒക്കെ ഉള്ള കാര്യങ്ങൾ, ഒപ്പം ഇനിയുള്ള തീർത്ഥാടന കാലത്തിന്റെ വിവിധ പദ്ധതികൾ, ഇതെല്ലാം ആസൂത്രണം ചർച്ചാ വിഷയമാകുന്ന അയ്യപ്പ ഭക്ത സമ്മേളനമാണ് ഇന്നത്തെ പ്രധാന പരിപാടി. ഉച്ചതിരിഞ്ഞ് 3:30 അയ്യപ്പ ഭക്ത സമ്മേളനം നടക്കുന്നത്. പിന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ ആചാര്യ അനുസ്മരണ സമ്മേളനം, വനിതാ സമ്മേളനം, മതപാഠശാല സമ്മേളനം തുടങ്ങിയ പരിപാടികളും ഹിന്ദുമത പരിഷത്തിന്റെ ഭാഗമായിട്ട് വിപുലമായ രീതിയിൽ സംഘടിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം പൂർത്തീകരിച്ച് ഫെബ്രുവരി 9 വൈകിട്ട് 5:30 ഈ ഒരു ആഴ്ചക്കാലം നീണ്ടുനിന്ന പമ്പാതീരത്തെ ഹൈന്ദവ ധർമ്മ ജ്ഞാനത്തിന്റെ ഒരു സൂര്യതേജസ്സായി വിളങ്ങി നിന്ന ഹിന്ദുമത പരിഷത്തിന് സമാപനം നടക്കുക. ഫെബ്രുവരി 9 വൈകിട്ട് 5:30 സമാപന സമ്മേളനം നടക്കുമ്പോൾ ഈ ഒരാഴ്ചക്കാലം ഹൈന്ദവ ധർമ്മത്തിന്റെ, ഹൈന്ദവ സംസ്കാരത്തിന്റെ, ഹൈന്ദവ പാരമ്പര്യത്തിന്റെയൊക്കെ ഒരു ജ്ഞാനസൂര്യനായി വിളങ്ങുകയായിരുന്നു ഈ വേദി. വീണ, വളരെ വിപുലമായ ഒരുക്കങ്ങളാണ് നടക്കുന്നത്. 113ാമത് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിൽ നാളെ RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പങ്കെടുക്കുമ്പോൾ ഏതാണ്ട് 1 ലക്ഷത്തിലധികം പേരെയാണ് ആ സമ്മേളനത്തിലേക്ക് പ്രതീക്ഷിക്കുന്നത്.